താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ സഹപാഠികൾ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. പ്രതികളിൽ ഒരാളുടെ താമരശ്ശേരിയിലെ വീട്ടിൽ നിന്ന് പോലീസ് സംഘമാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. ഷഹബാസിന്റെ കൊലപാതകവുമായി കസ്റ്റഡിയിൽ ഉള്ള 5 വിദ്യാർത്ഥികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി മേഘ മാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘ, നിർണായക തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി പോലീസ് CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള ഒരു അന്വേഷണവും കൂടി ഉണ്ടാകുമല്ലേ? വർഷ, ഇന്ന് രാവിലെയോടെ ആണ് റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം അതായത് കസ്റ്റഡിയിൽ ഉള്ള 5 വിദ്യാർത്ഥികളുടെ വീടുകളിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ നഞ്ചക്ക് കണ്ടെത്തിയിരിക്കുന്നത്. കട്ടിയുള്ള ഒരു ആയുധം കൊണ്ട് തലയ്ക്ക് അടിച്ചതാണ് ഷഹബാസിന്റെ മരണകാരണമായത് എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മർദ്ദനം നടത്തിയത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതായത് 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും ഇന്ന് പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്ന് വിവിധ വീടുകളിൽ നിന്നായി 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും നിലവിൽ പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. ഇൻസ്റ്റഗ്രാം വഴിയും വാട്സ്ആപ്പ് വഴിയും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ അത് സാധൂകരിക്കുന്ന പല വാട്സ്ആപ്പ് സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മൊബൈൽ ഫോണുകളും ഒപ്പം ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്കായി നിലവിൽ അയച്ചിരിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് കൂടിയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. ഈ സംഭവം നടന്ന, സംഘർഷം നടന്ന പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ നിലവിൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. മുതിർന്ന ആളുകൾ ഈ സംഘർഷത്തിൽ പങ്കെടുത്തു എന്ന തരത്തിൽ ഷഹബാസിന്റെ പിതാവ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുന്നുണ്ട് പോലീസ്. ഏതായാലും ഈ അക്രമവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മേഘ, ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഈ ഷഹബാസിന്റെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അന്വേഷണമാണ് ഈ കുട്ടികളുടെ വീട്ടിലേക്ക് റെയ്ഡ് കൂടി നടത്തിയതല്ലേ? വർഷ, ഈ ഷഹബാസിന്റെ പിതാവ് തുടക്കം മുതൽ തന്നെ മുതിർന്ന ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ആയുധങ്ങൾ എങ്ങനെ കുട്ടികളുടെ കയ്യിൽ എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ആയുധങ്ങൾ കണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു റെയ്ഡ് പോലീസ് സംഘം നടത്തിയത്. രാവിലെ മുതൽ ഏകദേശം ഉച്ചവരെ ഈ റെയ്ഡ് നീണ്ടുനിന്നു. ആ പരിശോധനയിലാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകളും അതിനൊപ്പം നഞ്ചക്കും കണ്ടെത്തിയിരിക്കുന്നത്. മറ്റായുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോണുകളും ലാപ്ടോപ്പുകളും അയച്ചാൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷത്തിന് ആസൂത്രണം നടന്നിരുന്നോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകും. ഏതായാലും പിതാവ് പറഞ്ഞത് മുതിർന്ന ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്ന് തന്നെയാണ്. അത് മുഖവിലേക്ക് കൂടി എടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ നടക്കുന്നത്. എന്നാൽ പ്രാഥമികമായി മറ്റ് മുതിർന്ന ആളുകൾക്കൊന്നും തന്നെ ഈ സംഘർഷത്തിൽ പങ്കില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ശരി മേഘ, തലയ്ക്ക് ഗുരുതരമായ പരുക്കേറ്റാണ് ഷഹബാസ് മരിച്ചത്. തലയോട്ടി അടിച്ചു തകർത്ത് പരുക്കേൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.